Welcome to the channel Swastha Foods. Hi everyone, നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് എരിശ്ശേരിയാണ്. അതായത് കായും ദാലും വെച്ച് ഉണ്ടാക്കുന്ന എരിശ്ശേരിയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ആദ്യമായിട്ട് ചാനൽ കാണുന്നെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നമുക്ക് ഇത് ചോറിന് കഴിക്കാൻ വളരെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു കറിയാണ്. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കുന്നത് നമുക്ക് നോക്കാം. അപ്പോൾ എരിശ്ശേരി ഉണ്ടാക്കാൻ വേണ്ടി ഞാൻ ഇവിടെ കായ എടുത്തിട്ടുണ്ട്. ഇത് ആദ്യമേ ഒന്ന് പൊളിക്കാം. തൊലിയെല്ലാം എടുത്ത് പൊളിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഒരു ബൗളിൽ കുറച്ച് വെള്ളം എടുത്തിട്ട് അതിലൊരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. ഇനി ഈ കായ അരിഞ്ഞിട്ട് വെള്ളത്തിലോട്ട് അരിഞ്ഞിട്ട് കൊടുക്കാം. ഇപ്പോൾ ഞാൻ കായ മഞ്ഞളിട്ട് വെള്ളത്തിൽ അരിഞ്ഞിട്ടിട്ടുണ്ട്. പിന്നെ ഞാൻ എടുത്തിരിക്കുന്ന കുറച്ച് മസൂർ ദാലാണ്. ഇവിടെ നമ്മൾ ഉണ്ടാക്കുന്നത് കായും ദാലും കൂടി ഇട്ടുണ്ടാക്കുന്ന എരിശ്ശേരിയാണ്. ഈ ഒരു കുക്കറിൽ കായും ദാലും കൂടി ഇട്ടിട്ട് വേവിച്ചെടുക്കാം. ദാൽ ഞാൻ കഴുകി എടുത്തിട്ടുണ്ട്. ഇതും കൂടി ഇട്ട് കൊടുക്കാം. ഇനി ഇതിനകത്തോട്ട് ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. ഒരു 3/4 ടീസ്പൂൺ മുളക് പൊടി. ഇനി ഒരു 2 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് വേവിച്ചെടുക്കാം. ഇനി അരപ്പിന് എന്തൊക്കെ ആവശ്യമാണെന്ന് നോക്കാം. ഞാനിവിടെ ഒരു 4 ടേബിൾ സ്പൂൺ തേങ്ങ തിരുമ്മിയത്, പിന്നെ ഒരു 3 വെളുത്തുള്ളി, പിന്നെ ഒരു 3 പച്ചമുളക്, പിന്നെ ആവശ്യമുള്ളത് ഒരു 1/2 ടീസ്പൂൺ ജീരകമാണ്. ഇതെല്ലാം കൂടി ഇട്ടിട്ട് നമുക്ക് 1/2 ടീസ്പൂൺ ജീരകം ഇതെല്ലാം കൂടി ഇട്ട് അരച്ചെടുക്കാം. അരപ്പ് ഞാൻ ഇവിടെ അരച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ കടുക് വറക്കാൻ വേണ്ടി ഞാൻ ഇവിടെ 2 ടേബിൾ സ്പൂൺ തേങ്ങ, 2 ചെറിയ ഉള്ളി, 2 ഉണക്കമുളക്, പിന്നെ കുറച്ച് കറിവേപ്പ് എടുത്തിട്ടുണ്ട്. ഇനി നമ്മുടെ കാ വേവിച്ച് നോക്കാം. നല്ലോണം വെന്തിട്ടുണ്ട്. ഒന്ന് ഉടച്ചു കൊടുക്കാം. കായും ദാലും നല്ലോണം വെന്തിട്ടുണ്ട്. നല്ലോണം ഉടച്ചു കൊടുക്കുക. ഇനി അരച്ചു വെച്ചിരിക്കുന്ന അരപ്പിട്ട് ഒഴിച്ചു കൊടുക്കാം. കുറച്ച് വെള്ളം കൂടി ഒഴിക്കുക. ഇനി നല്ലോണം മിക്സ് ചെയ്യുക. ഇതൊന്ന് ബോയിൽ ചെയ്തെടുക്കാം. ഗ്യാസിൽ വെച്ചിട്ടുണ്ട്. നല്ലോണം ഒന്ന് ബോയിൽ ചെയ്യുക. ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കുക. ഇപ്പം നല്ല ചൂടായിട്ടുണ്ട്. ഇനി ഒരു ബൗളിലോട്ട് ഒഴിച്ച് വെക്കാം. ഇനി നമുക്ക് കടുക് വറക്കാം. ഒരു പാൻ വെക്കുക. പാൻ വെച്ച് ചൂടായി കഴിയുമ്പം 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ചൂടായി കഴിയുമ്പോൾ ഒരു 1/2 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കുക. കടുക് പൊട്ടിക്കഴിയുമ്പോൾ ചെറിയ ഉള്ളി അരിഞ്ഞ് വെച്ചിരുന്ന് ഇട്ട് കൊടുക്കുക. കറിവേപ്പ് ഇട്ട് കൊടുക്കുക. ഇനി ഉണക്കമുളക് ഇട്ട് കൊടുക്കുക. ഇനി എടുത്ത് വെച്ച് തേങ്ങ ഇട്ട് കൊടുക്കാം. തേങ്ങ ഒരു ലൈറ്റ് ബ്രൗൺ കളർ ആവുന്നിടം വരെ ഇത് ചൂടാക്കാം. ഇപ്പോൾ തേങ്ങ കറക്റ്റ് ഫ്രൈ ആയിട്ടുണ്ട്. ഇനി നമുക്ക് എടുത്ത് വെച്ചിരിക്കുന്ന കറിക്കകത്തോട്ട് ആഡ് ചെയ്യാം.
നമ്മുടെ കറി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ആദ്യമായിട്ട് എൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിലിടാൻ മറക്കരുത്. നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു.